അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പല വിഷയങ്ങളും ദുആയിൽ ഈ പരിശുദ്ധ റമദാനിന്റെ പരിശുദ്ധ രാവുകളിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമന്റ് പറയുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കുടുംബത്തിൽ അംഗമായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പരിശുദ്ധമായ റമദാനിന്റെ ഒരു പ്രഗത്ഭമായ എന്നല്ല, ഏറ്റവും പ്രഗത്ഭമായ അമലാണ് പരിശുദ്ധ നോമ്പ്. ആ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോമ്പ് തുറ. അതായത് ഭക്ഷണം കഴിച്ച്, ഈത്തപ്പഴം കഴിച്ച്, വെള്ളം കഴിച്ച് നമ്മൾ നോമ്പ് തുറക്കുമല്ലോ, അത് വലിയൊരു ഇബാദത്താണ്, ഇബാദത്തിന്റെ ഭക്ഷണമാണ്. അവിടെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അതായത് നോമ്പ് തുറക്കുമ്പോൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത 5 ആഹാരങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കസ്. അത് കൃത്യമായിട്ട് നമ്മൾ അറിയണം, നമ്മുടെ മക്കൾക്ക് അതിനെക്കുറിച്ച് ബോധം കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? റമദാൻ തീരുന്നതിന് മുമ്പ്, പെരുന്നാൾ ആകുന്നതിന് മുമ്പ് നമ്മൾ ചില രോഗങ്ങൾക്ക് അടിമയായി പോകും. യഥാർത്ഥത്തിൽ രോഗമെല്ലാം മാറി ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാനും രോഗമില്ലാതെ ജീവിക്കാനും എന്നുള്ള ഒരു സൈഡ് ലാഭം നോമ്പിലൂടെ കിട്ടുന്നുണ്ട്. ആ ഒരു ലാഭം പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ നോമ്പിന്റെ റൂഹ്, നോമ്പിന്റെ ആത്മാവ്, അതിന്റെ അടിസ്ഥാന ലക്ഷ്യം ആരോഗ്യമല്ല, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അതിന്റെ സൈഡായി നമുക്ക് കിട്ടുന്നതാണ് ആരോഗ്യം. അതുകൊണ്ട് നോമ്പിലൂടെ സൂമു തസിഹു എന്ന് പുണ്യനബി പറഞ്ഞില്ലേ, നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ആരോഗ്യം ഉണ്ടാക്കാൻ, നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ, കണ്ണു മൂക്ക അടച്ചിട്ട് നല്ല ഫുഡ് അങ്ങോട്ട് കഴിക്കുക, ആരോഗ്യം ഉണ്ടാക്കുക എന്ന് പുണ്യനബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ആരോഗ്യം ഉണ്ടാക്കുന്ന. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സൈഡാണ് ആരോഗ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാകണം. യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പ് തുറക്കലോടുകൂടെ തന്നെ നിലവിൽ നോമ്പുകാരായിരിക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്ഷീണത്തെക്കാൾ കൂടുതൽ ഡൗൺ ആയി പോവുക. മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയ ഒരു ഉഷാറില്ല, പിന്നെ നോമ്പ് തുറന്നിട്ട് തറാവീഹിന് പോകുമ്പോൾ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ? നമുക്ക് ക്ഷീണമാണോ? എന്താ കാരണം? ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചാൽ നമ്മളൊന്ന് ആക്റ്റീവാകല്ലേ വേണ്ടത്, ഉഷാറാകല്ലേ വേണ്ടത്, പിന്നെ എങ്ങനെ ക്ഷീണം വരുന്നത്? അത് നോമ്പ് തുറയിൽ നമുക്ക് ഉണ്ടാകുന്ന ചില റോങ് രീതികളാണ്, പാടില്ലാത്ത രീതിയാണ്. 5 ഭക്ഷണങ്ങൾ നമ്മുടെ നോമ്പ് തുറയുടെ, അതായത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫുഡുകൾ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപരമായ ഒരുപാട് തകർച്ചകൾ ഉണ്ടാക്കും. അത് നമ്മൾ പതുക്കെ രോഗിയാക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രോഗത്തിലേക്ക് കടക്കും. സയന്റിഫിക്കലായി കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്, നമ്മൾ ബോധവാന്മാരായിരിക്കണം. കൃത്യമായിട്ട് ബോധം വേണം. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുക, ഇബാദത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പോവുക, എംപ്റ്റി സ്റ്റൊമക്കാണ്, അതായത് കാലി വയറാണ്, ആമാശയം കാലിയാണ്. അതിലേക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ഫുഡ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഭാരമുണ്ടാക്കുന്നതല്ല. ഇത്രയും നേരം പണി മുടക്കിയിരുന്നിട്ട് പെട്ടെന്ന് വലിയൊരു ജോലി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അത് ഫസ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അളവ് കുറയ്ക്കേണ്ട, സൂക്ഷിച്ച് കൈകാര്യം പരമാവധി മാറ്റിവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചായ, കാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് ഫലങ്ങളുള്ള, ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സംഭവമാണ് ചായ, കാപ്പി. ഉന്മേഷം ഉണ്ടാകും, എല്ലാം ശരിയാണ്. പക്ഷെ എംപ്റ്റി സ്റ്റൊമക്കിൽ, വെറും വയറ്റിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കൂടുതൽ ചായ കുടിക്കുന്ന ചില ശൈലികളുണ്ട്. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളും ഉണ്ടാകാൻ കാരണമാകും. നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണം ഉണ്ടല്ലോ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഉണ്ടാകും, മറ്റു മിനറൽസ് ഉള്ള ഭക്ഷണം ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ ഇരുമ്പിന്റെ അംശങ്ങൾ, ഇതൊക്കെ ശരീരത്തിന് വേണ്ടതാണ്. ഇതെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ, അതെല്ലാം ശരീരത്തിന് ആ ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ, ഓരോ ഫുഡിൽ നിന്നും നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള ഈ ഗുണങ്ങളെല്ലാം വലിച്ചെടുക്കാൻ തടയും ഈ ചായ, കാപ്പി. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന നമ്മൾ നല്ല ബീഫും പത്തിരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ അതിനോട് കൂടെ നമ്മൾ ചായ, കാപ്പി, മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും തീർച്ചയായും ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, ഫലങ്ങൾ നമുക്ക് കഴിക്കാതിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് നമ്മൾ തകർന്നു പോകും. അപ്പോൾ വെറും വയറ്റിൽ നോമ്പ് തുറന്ന ഉടനെ ധാരാളം ചായ, കാപ്പി കുടിക്കുന്ന ഒരു ശൈലി നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ
അത് നമുക്ക് വേണ്ടി മാറ്റണം. ആർക്ക് വേണ്ടിയെങ്കിലും, ആരെങ്കിലും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി നമ്മൾ മാറ്റണം. ഇനി കേട്ടോളൂ, രണ്ടാമത്തത്, കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അതൊരിക്കലും പ്രിയപ്പെട്ടവരെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് അഭികാമ്യമല്ല. നിങ്ങൾ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിച്ചോളൂ, ഞങ്ങൾ ഈ എംപ്റ്റി സ്റ്റൊമക്കിൽ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന ഞങ്ങളുടെ വെറും വയറ്റിലുള്ള ഫസ്റ്റ് ആഹാരത്തിൽ പഞ്ചസാര ചേർത്തുകൊണ്ടുള്ള ജ്യൂസ് എന്ന് പറയുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു ഫ്രൂട്ടിൻ്റെ, ഒരു പഴത്തിൻ്റെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടാതെ അത് അങ്ങനെ തന്നെ നമുക്ക് മുറിച്ച് കഴിക്കാം, അല്ലാതെ കഴിക്കാം, അങ്ങനെയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അങ്ങനെയാണ്. ആ ഫ്രൂട്ട് അങ്ങനെ തന്നെ അതിൻ്റെ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, അതിൻ്റെ ഫൈബർ കണ്ടന്റ്, നമ്മൾ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ അടിക്കും അല്ലേ, ഇനി മധുരം ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ഫ്രഷ് ജ്യൂസ് അടിക്കും. എന്താ ഈ ഫ്രഷ് ജ്യൂസിലൂടെ ഉണ്ടാകുന്നത്? അതിൻ്റെ ആ ഫ്രൂട്ടിൻ്റെ ഫൈബർ കണ്ടന്റ് പോകാൻ, അതിൻ്റെ അടിസ്ഥാന മൂല്യം നമ്മൾ നശിപ്പിച്ചു കളയാണ്, നമ്മൾ കഴിക്കാത്തത് പോലെയാണ്. പിന്നെ പഞ്ചസാരയ്ക്ക് ആഡ് ചെയ്താലോ ചുമ്മാ ഷുഗർ നമുക്ക് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാന്നല്ലാതെ ഒരു ലാഭം ഉണ്ടാകില്ല. ഫ്രൂട്ടായിട്ട് കഴിച്ചോളൂ, ഏറ്റവും നല്ലതല്ലേ. ഈത്തപ്പഴം കഴിച്ചു, അതേപോലെ തന്നെ ഫ്രൂട്ടുകൾ നമ്മൾ അരിഞ്ഞ് കഷ്ണമായിട്ട് കഴിച്ചു, എത്ര റാഹത്താണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ടുള്ള ജ്യൂസ് ഐറ്റംസുകളൊക്കെ നമ്മൾ ഒന്ന് മാറ്റിവെക്കണം നോമ്പ് തുറക്കുന്ന വേളയിൽ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത്, എണ്ണയിൽ ഫ്രൈ ചെയ്തുകൊണ്ടുള്ള പിന്നെ എണ്ണക്കടി പലഹാരങ്ങൾ, അത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറി. നോമ്പ് തുറാന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, നോമ്പ് തുറക്കുമ്പോൾ അത് ഇക്കുറും ദുആയും ഒന്നുമല്ല, പിന്നെന്താ, സമൂസ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എണ്ണക്കടികളാണ്. ഇത് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായിട്ട് സയൻറ്റിഫിക്കലായിട്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഒരു ഡീപ്പായിട്ട് പഠനം നടത്തുമ്പോൾ, ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്ത് നോക്ക്, ഞങ്ങളിങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഈ വറപൊരി ആഹാരങ്ങൾ, എണ്ണക്കടികൾ അതാണ് സ്റ്റാർട്ടിങ്ങിൽ കഴിക്കുന്നത്. നമ്മൾ ശരീരത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ വേദനിപ്പിക്കലാണ്, പ്രയാസപ്പെടുത്തലാണ് ശരീരത്തെ. അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ എണ്ണക്കടി പലഹാരങ്ങൾ അത് ഈ സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമോ നമ്മളൊന്ന് ഫ്രീ ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമോ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടാക്കിയ, നമ്മൾ സാധാരണ ഈ വാങ്ങിക്കൊണ്ടുവരുന്ന ഇടപാടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ നമ്മൾ പിന്നെ എവിടെയെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ വാങ്ങും, അവർ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എണ്ണ റീഹീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. റീയൂസ് ചെയ്യുന്ന എണ്ണ അത് തീർച്ചയായിട്ടും വണ്ടി വിളിച്ച് ക്യാൻസർ വരുന്ന പ്രശ്നമാണ്. അതൊക്കെ നമുക്ക് പിന്നെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന, അറിയാവുന്ന വിഷയമാണ്. എന്നിട്ട് നമ്മൾ അതിന് അടിമപ്പെടുകയാണ്. അപ്പോൾ കൂടുതൽ മസാല ആഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ എണ്ണയിൽ പിന്നെ പൊരിച്ചെടുക്കുന്ന ഇത്തരം പലഹാരങ്ങൾ തീർച്ചയായിട്ടും ഒരു നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് നോമ്പ് തുറക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കഴിക്കാൻ പറ്റുന്നതല്ല. സ്റ്റാർട്ടിങ്ങിൽ ഫ്രൂട്ട്സാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ്, പിന്നെ അതായത് തീ തൊടാത്ത വേവിക്കാത്ത ആഹാരങ്ങൾ, ഫ്രൂട്ട്സ് എമ്പാടും നമുക്ക് കഴിക്കാവുന്നതാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേവിച്ച ആഹാരങ്ങൾ കഴിക്കുക, അത് തന്നെ കൃത്യമായിട്ട് നോക്കി കൈകാര്യം ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നാലാമത് നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരം എന്താണെന്നറിയോ? ശക്തമായ നല്ല ചൂടുള്ള, ഇപ്പം ചില ആളുകൾക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല ചൂടുള്ള ചായ കിട്ടണം, ഭയങ്കര ചൂടുള്ള വെള്ളം കിട്ടണം, അങ്ങനെ പറയും. നല്ല തീ ചൂടിനെ എങ്ങോട്ടെത്തോളം ഈ ചൂടാറിപ്പോയി എന്നൊക്കെ പറയും അല്ലേ? തീർച്ചയായും അപകടകരമാണ്. നമ്മുടെ അന്നനാള ക്യാൻസറുമായി റിലേറ്റഡ് ആണ് ഈ ശക്തമായി ചൂടുള്ള. അത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ ബറക്കത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു, അതിൽ ആവി പറക്കുന്നുണ്ട്. ആവി പറക്കുന്ന ആഹാരം, അതായത് ചൂട് അത്യാവശ്യമുള്ളത്, നബി തങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട, ഇത് ബറക്കത്തില്ലാത്ത ആഹാരമാണ്. അതൊരു കാരണവശാലും നമ്മൾ നോമ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചൂട് കൂടുതലുള്ള ഒരു ചായയോ ഭക്ഷണമോ നമ്മൾ കഴിക്കാൻ പാടില്ല. അത് ഹദീസിനെതിരാണ്, പുണ്യനബിക്കെതിരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെതിരാണ്. അതേപോലെ നല്ല തണുപ്പുള്ള, നല്ല ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര തണുപ്പുള്ള ആഹാരമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കഴിക്കുന്നത്. അത് ജ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന് സാരമായി ബാധിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, വൈരുദ്ധ്യമായ ആഹാരങ്ങൾ. നോമ്പ് തുറയാണെന്ന് കരുതി ആ തീന്മേശയിൽ കാണുന്നത് മുഴുവനും നമ്മൾ അകത്താക്കുന്ന ശൈലി. അങ്ങനെ പറയും സൽക്കാർക്ക്, എല്ലാറ്റിനും കുറേശ്ശെ എടുക്കുന്നൊക്കെ പറയും. പക്ഷെ വൈരുദ്ധ്യ ആഹാരവും, ഇപ്പോൾ മീനും മുട്ടയും, മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, മീൻ കൊണ്ടുള്ള ഐറ്റം ഉണ്ട്, രണ്ടിൽ നിന്നും കുറേശ്ശെ നമ്മൾ കഴിക്കാൻ പോവാണ്.
അത് ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകും. അതേപോലെ തന്നെ പഴം കഴിച്ചിട്ട് പിന്നെ നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, പഴം കഴിച്ച് വെള്ളം കുടിക്കുക. തീർച്ചയായും പ്രിയപ്പെട്ടവരെ കുടലിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. മഹാന്മാരായ ഉലമാ ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു, ഇപ്പം നല്ല നമ്മൾ ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല പത്തിരി ഇറച്ചിയൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ ചോറ് കഴിച്ചു, വേവിച്ചാരം കഴിച്ചു, അതിൻ്റെ ശേഷം ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് കഴിക്കുക. ഇപ്പം സാധാരണ നോമ്പുതുറ സൽക്കാരങ്ങളൊക്കെ നടത്തിയാൽ നോമ്പുതുറയൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കസേരയിൽ വന്നിരിക്കുമ്പോൾ, നമ്മുടെ സെറ്റിയിൽ വന്നിരിക്കുമ്പോൾ ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. എന്താ വയ്ക്കുക? ഫ്രൂട്ട്സുകൾ വയ്ക്കും. അതിൽ മുസമ്പി ഉണ്ടാകും, ആപ്പിൾ ഉണ്ടാകും, ഓറഞ്ച് ഉണ്ടാകും, അതേപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ടാകും. ദഹിക്കാൻ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട്, ഒന്നിരിക്കാൻ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ശൈലി, സുന്നത്ത്, ഇസ്ലാമിന്റെ സുന്നത്ത് എന്താ? വേവിക്കാത്ത ആഹാരം ആദ്യം കഴിക്കണം. അത് ഡൈജഷൻ നടക്കുന്നതിന്റെ ഓർഡറാണ്. ഇത് അള്ളാഹുവിൻ്റെ, നമ്മുടെ പ്രൊഡക്റ്റ്, ശരീരമാകുന്ന പ്രൊഡക്റ്റ് സംവിധാനിച്ച അള്ളാഹുവിൻ്റെ പിന്നെ ഒരു ശൈലിയും നടപടിയുമാണ്. അള്ളാഹുവിൻ്റെ ഒരു പഠനമാണ് നമ്മുടെ മുന്നിൽ. ആദ്യം വേവിക്കാത്ത ആഹാരം, ആദ്യം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം. ഇപ്പോൾ നോമ്പ് തുറക്കാൻ നമ്മളൊരു സ്ഥലത്ത് ചെന്നു, നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോവുക, പത്തിരി വെച്ച് കഴിക്കാൻ പോവുക, ആദ്യം നമ്മൾ ഫ്രൂട്ടുകളെ മുന്തിക്കണം, പിന്നെ വേവിച്ച ആഹാരം, അതിനുശേഷം പിന്നെ ഉടൻ തന്നെ ഫ്രൂട്ട് കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഡൈജഷനുമായി ബന്ധപ്പെട്ട, ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചേരാൻ പാടില്ലാത്ത മറ്റു ആഹാരങ്ങൾ, അതായത് പാലും പുളിയുള്ള ഫ്രൂട്ടുകളും ചേർക്കുക. ഇപ്പം മാങ്കോ ജ്യൂസ് അടിക്കുക, അതിൽ പാല് ചേർക്കുന്ന ആളുകളുണ്ട്. അത് ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും. അത് ഹെൽത്തി ഫുഡല്ല. മാമ്പഴത്തിൽ, അതായത് ഒരു പുളിരസം പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ളതാണ്, അതിനകത്തേക്ക് നമ്മൾ പാല് ചേർക്കുക. ആ ഒരു രീതി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു മാമ്പഴത്തിൽ പാല് ചേർക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ പുളിയുള്ള മറ്റു ഫ്രൂട്ട്സുകളുടെ കൂടെ പിന്നെ പാല്, ഇപ്പോൾ പാൽ ചായ കുടിക്കുന്നുണ്ട്, അതോടൊപ്പം സിട്രസ്, പിന്നെ ഓറഞ്ചോ മുസമ്പിയോ കഴിക്കുന്നുണ്ട്, അതൊക്കെ വൈരുദ്ധ്യമായ പ്രശ്നങ്ങളുണ്ടാകും. അത്തരം അവസ്ഥകൾ ഉടൻ തന്നെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നോമ്പ് തുറന്ന് നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം. അത് 3 ഈത്തപ്പഴമാകുമ്പോൾ പൂർണ്ണ കൂലി കിട്ടും. 3 ഈത്തപ്പഴം അത് ചവച്ചരച്ച്, നോമ്പുകാരൻ്റെ ഏറ്റവും മുബാറക്കായ ഉമിനീരോട് കൂടെ ചവച്ചരച്ച് ഉമ്മവാരി വിഴുങ്ങാൻ പാടില്ല, ചവച്ചരച്ച് ഉമിനീരോട് കൂടെ അത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. അത് വല്ലാത്ത ശരീരത്തിന് ഭയങ്കരമായ ലാഭമാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാവുന്നതാണ്. അതോടൊപ്പം പിന്നെ നമുക്ക് തേൻ ചേർത്ത വെള്ളം, അൽഹംദുലില്ലാ, വളരെ നല്ലതാണ്. തേൻ ചേർത്ത ഒരല്പം ജസ്റ്റ് ചൂട്, അതിലേക്ക് തേൻ ചേർക്കുക, അല്ലെങ്കിൽ കരിക്കിൻ വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുക. അന്നത്തെ ദിവസം ആക്റ്റീവാണ്. തറാവീസ്കാരമൊക്കെ ഭയങ്കരമായ ആവേശത്തോടെ നിസ്കരിക്കാൻ പറ്റും, ഓടി നടന്ന് അമൽ ചെയ്യാൻ പറ്റും ഈ തേൻ ചേർത്ത വെള്ളങ്ങൾ കഴിക്കുമ്പോൾ. അതിനൊക്കെ വലിയ ബെനിഫിറ്റാണ്. പിന്നെയോ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വ്യഭിചാരം കഴിക്കാം. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പരമാവധി നമ്മൾ ഇത് കേൾക്കണം, ഷെയർ ചെയ്യണം, കമന്റ് നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം. ഒരുപാട് പേർക്ക് ഈ ക്ലാസ് പോകാൻ അതൊക്കെ കാരണമാകും. അൽഹംദുലില്ലാ, അടുത്ത ഒരു വിജ്ഞാനത്തിന്റെ നുറുങ്ങുവെട്ടുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.